ലോകത്തെ ആകമാനം ഞെട്ടിക്കുകയാണ് UAE. അറബികൾ ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന് പറഞ്ഞ അതേ നാവുകൊണ്ട് അവർ മാറ്റി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അമേരിക്കയിൽ വമ്പൻ നിക്ഷേപ പദ്ധതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നിലവിൽ UAE. അടുത്ത 10 വർഷത്തിനുള്ളിൽ അമേരിക്കയിൽ $1.4 ട്രില്യൺ നിക്ഷേപം നടത്തുമെന്നാണ് UAE ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ, അടുത്ത കാലത്തൊന്നും ഒരു രാജ്യവും ഇത്രയും തുക നിക്ഷേപം നടത്താൻ തയ്യാറായിട്ടുണ്ടോ? എന്നാൽ ഇവിടെ UAE ഇതൊരു സങ്കോചവും കൂടാതെ അമേരിക്കയിൽ നിക്ഷേപം നടത്താൻ തയ്യാറാണെന്നാണ് അറിയിച്ചത്. പ്രഖ്യാപനം നടപ്പിലാക്കുകയാണെങ്കിൽ അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപമായി ഇത് മാറും. അതായത് ചരിത്രം മാറ്റിക്കുറിക്കാനാണ് അമേരിക്കയിലേക്ക് UAE എത്തുന്നത് എന്ന് സാരം. UAE ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഷെയ്ഖ് തഹ്നൂൻ ബിൻ സായിദും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ വൈറ്റ് ഹൗസിൽ നടന്ന ഉന്നതതല കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇത്തരമൊരു പ്രഖ്യാപനം വരുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അമേരിക്കയിലെ നിക്ഷേപങ്ങൾ ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രവണത വിശാലമായ ഭൗമരാഷ്ട്രീയ, സാമ്പത്തിക, സാങ്കേതിക മാറ്റങ്ങളെയും നിക്ഷേപ മാർഗങ്ങൾ വൈവിധ്യവൽക്കരിക്കാനും നിർണായക മേഖലകളിൽ സ്ഥാനമുറപ്പിക്കാനുമുള്ള UAEയുടെ തന്ത്രപരമായ ശ്രമങ്ങളായിട്ടാണ് ലോകം വിലയിരുത്തുന്നത്. 2024 വരെ USലെ UAEയുടെ നിക്ഷേപങ്ങൾ വളരെയേറെ വർദ്ധിച്ചിട്ടുമുണ്ട്. ഈ പ്രവണത തുടരാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് സമീപകാല റിപ്പോർട്ടുകളും അടിവരയിടുന്നത്. കൃത്രിമ ബുദ്ധി, ഊർജം, ഉൽപാദനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തരമൊരു കരാറിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിയതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നിലവിൽ AI സാങ്കേതിക വിദ്യയിൽ നിക്ഷേപിക്കുന്നത് UAE ഒരു പുതിയ രീതിയായിട്ട് എടുത്തിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് വാൻസും നിരവധി ക്യാബിനറ്റ് അംഗങ്ങളും ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുമുണ്ട്. UAE സോവറിൻ വെൽത്ത് ഫണ്ടുകളിൽ നിന്നും പ്രമുഖ കോർപ്പറേഷനുകളിൽ നിന്നുമുള്ള ഉന്നത എക്സിക്യൂട്ടീവുകളും ഷെയ്ഖ് തഹ്നൂൻ ബിൻ സായിദിന്റെ സംഘത്തിലുണ്ടായിരുന്നു. യോഗത്തെ തുടർന്ന് അമേരിക്കയിൽ 10 വർഷത്തിനിടയിൽ $1.4 ട്രില്യൺ നിക്ഷേപം നടത്താൻ UAE അഭിമാനത്തോടെ തയ്യാറാണ് എന്നായിരുന്നു യോഗത്തിന് ശേഷം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറഞ്ഞത്. എന്തുകൊണ്ടാണ് UAE അമേരിക്കയിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നത് എന്ന സംശയം നമുക്ക് തോന്നുന്നത് വളരെ സ്വാഭാവികമാണ്. അത് എന്തുകൊണ്ടാണെന്ന് നോക്കിയാലോ. USുമായി UAEക്ക് വളരെ കാലമായി സ്ഥിരതയുള്ള ബന്ധമാണ് ഉള്ളത്. തന്ത്രപരവും സാമ്പത്തികവും സൈനികവുമായ ബന്ധങ്ങളിൽ വേരൂന്നിയതാണ് ഇവരുടെ സൗഹൃദം. മിഡിൽ ഈസ്റ്റിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഒരു പ്രധാന സഖ്യകക്ഷി കൂടിയാണ് ഈ UAE. ഈ പങ്കാളിത്തം ശക്തമായ സാമ്പത്തിക ഇടപെടലുകളിലേക്ക് ഇരു രാജ്യങ്ങളെയും നയിക്കുകയായിരുന്നു. UAEക്ക് ഹൈടെക് സാധനങ്ങൾ, പ്രതിരോധ സേവനങ്ങൾ, സാമ്പത്തിക സേവനങ്ങൾ എന്നിവ US നൽകുന്നുണ്ട്. അതേസമയം UAE എണ്ണ, വാതകം, മറ്റ് വസ്തുക്കൾ എന്നിവ USലേക്ക് കയറ്റുമതി ചെയ്യുന്ന രാജ്യവുമാണ്. വ്യാപാരത്തിനപ്പുറം പരമ്പരാഗതമായി എണ്ണ കയറ്റുമതിയെ വളരെയധികം ആശ്രയിച്ചിരുന്ന സ്വന്തം സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ട് US വിപണികളിൽ നിക്ഷേപിക്കാനുള്ള UAEയുടെ ശ്രമമായിട്ടാണ് നമ്മളിതിനെ നോക്കിക്കാണേണ്ടത്. സാങ്കേതിക വിദ്യ, പുനരുപയോഗ ഊർജം, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ ദീർഘകാല സാമ്പത്തിക ലക്ഷണങ്ങളുമായി പൊരുത്തപ്പെടുന്ന മേഖലകളിൽ നിക്ഷേപിക്കുന്നതിൽ UAE പ്രത്യേകിച്ചും ശ്രദ്ധ ചെലുത്താറുണ്ട്. എണ്ണ, വാതകം എന്നിവയെ ആശ്രയിക്കുന്നത് കുറയ്ക്കേണ്ടതിന്റെ പ്രാധാന്യം രാജ്യം തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. അതിനാൽ ഉയർന്ന വളർച്ചയുള്ള വ്യവസായങ്ങളിലെ നിക്ഷേപങ്ങൾക്കുള്ള ഒരു പ്രധാന ലക്ഷ്യസ്ഥാനമായി USനെ UAE കണ്ടു എന്നതാണ് ഈ മാറ്റം സൂചിപ്പിക്കുന്നത്. UAEയുടെ സോവറിൻ വെൽത്ത് ഫണ്ടായ അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി വിവിധ മേഖലകളിലെ കമ്പനികളിൽ ഓഹരി പങ്കാളിത്തത്തോടെ US സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അമേരിക്കയെ അങ്ങോട്ട് സന്തോഷിപ്പിച്ച് കളയാമെന്ന മനോഭാവത്തോടെ ഒരിക്കലും അറബികൾ പോയി അമേരിക്കയുടെ മണ്ണിൽ നിക്ഷേപിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല, അല്ലേ? അതിന് അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങൾ ഉറപ്പായിട്ടും കാണും. UAEയുടെ സമ്പദ് വ്യവസ്ഥ ചരിത്രപരമായി എണ്ണവാതക കയറ്റുമതിയെ വളരെയധികം ആശ്രയിച്ചാണ് കഴിഞ്ഞിരുന്നത്. എന്നിരുന്നാലും പുനരുപയോഗ ഊർജ്ജത്തിലേക്കുള്ള ആഗോള മാറ്റം, മാറിക്കൊണ്ടിരിക്കുന്ന ഊർജ്ജ ഉപഭോഗ രീതികൾ, കാലാവസ്ഥാ നടപടികളിലേക്കുള്ള പ്രേരണ എന്നിവയാൽ UAE അതിൻ്റെ സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കേണ്ടതിൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞു. $1.4 ട്രില്യൺ നിക്ഷേപ പദ്ധതി കൃത്രിമ ബുദ്ധി, പുനരുപയോഗ ഊർജ്ജം, അടിസ്ഥാന സൗകര്യങ്ങൾ, നൂതന ഉൽപ്പാദനം തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും വളർന്നു വരുന്ന ആഗോള വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിൽ ഒരു പ്രധാന പങ്കാളിയായി സ്വയം സ്ഥാനം പിടിക്കുന്നതിനും ഈ വൈവിധ്യവൽക്കരണ തന്ത്രം UAEയെ സഹായിക്കും. USൽ AI, പുനരുപയോഗ ഊർജ്ജം തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകളിൽ നിക്ഷേപിക്കുന്നത് ഭാവിയിൽ നിർണായകമാകുന്ന വ്യവസായങ്ങളിൽ UAEക്ക് ഒരു സ്ഥാനം ഉറപ്പാക്കുന്നതാണ്. ഉദാഹരണത്തിന് ഓട്ടോമേഷൻ, ഡാറ്റാ സയൻസ്, ആശയവിനിമയങ്ങൾ എന്നിവയിൽ പ്രധാന കണ്ടുപിടുത്തങ്ങൾക്ക് AI കാരണമാകുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് UAEയെ സാങ്കേതിക വികസനത്തിൽ മുൻപന്തിയിൽ തുടരാൻ സഹായിക്കുകയും ചെയ്യും. US-UAE ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തിപ്പെടുത്തലാണ് മറ്റൊരു ലക്ഷ്യം. പ്രതിരോധം, വ്യാപാരം, നയതന്ത്രം എന്നീ മേഖലകളിൽ UAEയും അമേരിക്കയും തമ്മിൽ ദീർഘകാലവും തന്ത്രപരവുമായ ഒരു പങ്കാളിത്തം ഉണ്ട്.
എസിൽ വലിയ തോതിലുള്ള നിക്ഷേപം നടത്തുന്നതിലൂടെ ലോകത്തിലെ ഏറ്റവും വലുതും വികസിതവുമായ സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി യുടെ സാമ്പത്തിക ഭൗമരാഷ്ട്രീയ ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇത്തരത്തിലുള്ള സാമ്പത്തിക ഇടപെടൽ നയതന്ത്ര ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളിൽ വിശ്വസനീയമായ പങ്കാളിയായി മാറുകയും ചെയ്യും. സ്വതന്ത്ര വിപണിയിലെ മുതലാളിത്തം, സാങ്കേതിക പുരോഗതി, സുസ്ഥിരത എന്നിവയുടെ പങ്കിട്ട മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഇരു രാജ്യങ്ങളും യോജിപ്പിക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയിലും നവീകരണത്തിലും എസ് ആഗോള നേതൃത്വത്തിനുള്ള യുടെ പിന്തുണ തെളിയിക്കാനും നിക്ഷേപ കരാർ സഹായിക്കും. അടുത്ത ലക്ഷ്യം എസ് സാങ്കേതിക സാമ്പത്തിക നേതൃത്വത്തെ പ്രയോജനപ്പെടുത്തലാണ്. സാങ്കേതിക വിദ്യ, പുനരുപയോഗ ഊർജ്ജം, ഉൽപ്പാദനം തുടങ്ങിയ മേഖലകളിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇപ്പോഴും ഒരു ആഗോള നേതാവ് തന്നെയാണ്. യുടെ $1.4 ട്രില്യൺ നിക്ഷേപം ഈ വ്യവസായങ്ങളിലെ എസിന്റെ ശക്തിയെ അംഗീകരിക്കുന്നതിനെ പ്രതിഫലിപ്പിക്കുന്നു. എസിൽ നിക്ഷേപിക്കുന്നതിലൂടെ യുഎഇക്ക് അത്യാധുനിക സാങ്കേതിക വിദ്യകളിലേക്കും നൂതനാശയങ്ങളിലേക്കും പ്രവേശനം ലഭിക്കും. അത് പിന്നീട് സ്വന്തം വ്യവസായങ്ങളെ ആധുനികവൽക്കരിക്കുന്നതിന് ആഭ്യന്തരമായി പ്രയോഗിക്കാനും കഴിയും. ഉദാഹരണത്തിന് എസിൽ പുനരുപയോഗ ഊർജ്ജം, ഡാറ്റ ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയിൽ നിക്ഷേപിക്കുന്നതിലൂടെ ലോകമെമ്പാടുമുള്ള വ്യവസായങ്ങളെ രൂപപ്പെടുത്തുന്ന ഭാവി സാങ്കേതിക പുരോഗതിയിൽ നിന്ന് പ്രയോജനം നേടുന്നതിനായി സ്വയം സജ്ജമാകുകയാണ്. യുടെ ദീർഘകാല സാമ്പത്തിക വളർച്ചയ്ക്കും വികസനത്തിനും സംഭാവന നൽകിക്കൊണ്ട് സ്വന്തം അടിസ്ഥാന സൗകര്യങ്ങൾ, ആരോഗ്യ സംരക്ഷണം, ഊർജ്ജ മേഖലകൾ എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് യുഎഇയിൽ ഈ സാങ്കേതിക വിദ്യകൾ നടപ്പിലാക്കാൻ കഴിയും. എസ് ഇൻഫ്രാസ്ട്രക്ചർ, ഊർജ്ജ മേഖലകളിലെ മുതലെടുപ്പാണ് അടുത്തത്. യുഎഇ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രധാന മേഖലകളിലൊന്ന് എസ് ഊർജ്ജ അടിസ്ഥാന സൗകര്യ മേഖല തന്നെയാണ്. മുൻകാലങ്ങളിൽ യുഎഇ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഗണ്യമായ നിക്ഷേപം നടത്തിയ രാജ്യമാണ്. ഉദാഹരണത്തിന് എസിന്റെ ഹൈഡ്രജൻ പ്ലാന്റ് പദ്ധതികളിലും ഡാറ്റാ സെന്ററുകളിലും യുടെ പങ്കാളിത്തം ശുദ്ധവും കൂടുതൽ സുസ്ഥിരവുമായ ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് വൈവിധ്യവൽക്കരിക്കുന്ന അതിന്റെ തന്ത്രപരമായ ലക്ഷ്യത്തെ എടുത്തു കാണിക്കുന്ന ഒന്നാണ്. അതേസമയം എസിന്റെ നൂതന ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളിൽ നിന്ന് പ്രയോജനം നേടുകയും ചെയ്യാം. ഊർജ്ജത്തിലും അടിസ്ഥാന സൗകര്യത്തിലുമുള്ള നിക്ഷേപം, ശുദ്ധമായ ഊർജ്ജം, ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ ഭാവി സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന വ്യവസായങ്ങളിൽ യുടെ കാൽപ്പാടുകൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി യോജിക്കുന്നതാണ്. ഡാറ്റയ്ക്കും പുനരുപയോഗ ഊർജ്ജ പരിഹാരങ്ങൾക്കുമുള്ള ആഗോള ആവശ്യം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഈ മേഖലകൾ ഗണ്യമായ വരുമാനം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് യുടെ സാമ്പത്തിക പ്രതിരോധ ശേഷി കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. യുടെ ആഗോള സ്വാധീനം ശക്തിപ്പെടുത്തലാണ് അടുത്ത പ്രധാനപ്പെട്ട ലക്ഷ്യം. എസിൽ നിക്ഷേപിക്കുന്നത് ആഗോള വേദിയിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നതിനുള്ള ഒരു വേദിയായിട്ടാണ് യുഎഇ നൽകുന്നത്. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിലൊന്നായി യുഎഇ ആഗോള നിക്ഷേപ സാന്നിധ്യം വികസിപ്പിക്കാൻ താൽപ്പര്യപ്പെടുന്ന രാജ്യമാണ്. എസിൽ ഗണ്യമായ മൂലധനം വിന്യസിക്കുന്നതിലൂടെ യൂറോപ്യൻ രാജ്യങ്ങൾ, ജപ്പാൻ, ചൈന തുടങ്ങിയ മറ്റ് പ്രധാന അന്താരാഷ്ട്ര കളിക്കാരുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ യുഎഇക്ക് കഴിയും. ഇവയെല്ലാം തന്നെ യുഎഇ സാമ്പത്തിക വികസനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. യുടെ വലിയ തോതിലുള്ള നിക്ഷേപങ്ങൾ ലോകത്തിന് സൂചന നൽകുന്നത് ആഗോള അഭിലാഷങ്ങളുള്ള ഒരു ഭാവി ചിന്താഗതിക്കാരനായ രാഷ്ട്രമാണെന്നും സാങ്കേതിക വിദ്യ, ഊർജ്ജം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഒരു പ്രധാന പങ്കാളിയാകാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രമാണ് യുഎഇ എന്നുമാണ്. ഇത് അതിൻ്റെ ഭൗമരാഷ്ട്രീയ പദവി ഉയർത്താൻ സഹായിക്കുകയും അന്താരാഷ്ട്ര വ്യാപാരത്തിലും നിക്ഷേപത്തിലും ഒരു പ്രധാന കളിക്കാരനെന്ന നിലയിൽ അതിൻ്റെ പങ്ക് അടിവരയിടുകയും ചെയ്യുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ $1.4 ട്രില്യൺ നിക്ഷേപിക്കാനുള്ള യുടെ ഈ തീരുമാനം ഒന്നിലധികം തന്ത്രപരമായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായിട്ട് രൂപകൽപ്പന ചെയ്ത ഒരു വലിയ പദ്ധതി തന്നെയാണ്. ഇത് യുടെ സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കാനും സാങ്കേതിക ഊർജ്ജ മേഖലകളെ ശക്തിപ്പെടുത്താനും എസുമായുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനും സഹായിക്കും. ഈ വൻ നിക്ഷേപം പുനരുപയോഗ ഊർജ്ജം, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങി വളർന്നുവരുന്ന വ്യവസായങ്ങളിൽ യുഎഇയെ ഒരു നേതാവായി സ്ഥാനപ്പെടുത്തുന്നു. തൽഫലമായി ഈ നിക്ഷേപം യുടെ സ്വന്തം വളർച്ചയ്ക്കും വികസനത്തിനും ഗുണം ചെയ്യുക മാത്രമല്ല, വിശാലമായ യുഎഇ ബന്ധത്തെ ശക്തിപ്പെടുത്തുകയും ദീർഘകാല പരസ്പരാഭിവൃദ്ധി വളർത്തുകയും ചെയ്യുന്നു. അമേരിക്കയിൽ നിക്ഷേപിക്കുന്നത് അറബിയുടെ ബുദ്ധിയാണെന്ന് നമ്മൾ സമ്മതിച്ചേ മതിയാകൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്, എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.